കണ്ടിട്ട് പറയാം. അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് നേരെ തെറ്റിരിക്കുന്നത്. അത് ജസ്റ്റിസ് കണ്ടെത്തുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെയല്ലേ, ഒരാൾ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അയാൾ സക്സസ്ഫുള്ളായി മാറുമോ ഇല്ല എന്നുള്ളത് സിനിമ കണ്ടിട്ടേ പറയാൻ. ഒരു പക്ഷേ അയാൾ ചിലപ്പം സക്സസ്ഫുള്ളായി മാറിയേക്കാം, അല്ലാതെ മാറിയേക്കാം. 21-ാം തീയതി വരെ ഒന്ന് അടങ്ങിയിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ അതിലെ സിറ്റുവേഷൻസ്, സീന്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർ, പിന്നെ അപ്പോൾ ഇതിൽ കൂടുതൽ എന്ന് പറയുന്നത് ശാന്തി എന്ന് പറയുന്നത് ഒരു കൂട്ടിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ അഡ്വക്കേറ്റാണ്. കൂടുതൽ കാര്യങ്ങൾ ഒരു സാധാരണ ആൾക്കാർ പറഞ്ഞു തരുന്നതിൽ കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ കാര്യം അവർ എല്ലാ ദിവസവും ചെയ്യുന്ന ജോലിയാണ്, അവർ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റി ഒരുപാട് എനിക്കത് സഹായകരമായിട്ടുണ്ട്. അതായത് പറയാം, അതിനുള്ള ആളങ്ങനെ കോർട്ട് റൂമിലൊന്നും പോയിട്ട് ഒരു കേസൊന്നും പറയും. ഇത് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. അതിലെ ഒരുപാട് നിയമങ്ങളുണ്ട് കോടതിയിൽ, പ്രൊസീജിയേഴ്സാണ്. ഇത് സിനിമയിൽ കാണുന്ന പല സിനിമകളിലും അത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളത് അത്രത്തോളം സത്യമായിരിക്കില്ല. അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ അതാ ഞാൻ പറഞ്ഞത്, 60-70% വരെ നമ്മളത് വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ, ജഗീഷ് സാർ പറഞ്ഞ പോലെ, അത് മുഴുവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു ഡോക്യുമെൻ്ററി ഫിലിം പോലെ നമ്മൾ അതിനെ ഒരു പരിധിയിൽ കൂടുതൽ സിനിമാറ്റിക് ആയിട്ട് അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അയാൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. നമുക്കതിൽ ഒരു തമാശയോ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ പ്രത്യേകിച്ച് ആവശ്യമില്ലാത്തൊരു കാര്യവും പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ആ കഥാപാത്രത്തെ നമ്മൾ ചെയ്യാൻ. ലാലേട്ടൻ ചിത്രത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കാൻ അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ ഒരു നല്ല സിനിമയായിരിക്കാം. നമ്മൾ ഇതുവരെ ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതുവരെ ആരും ഒരു പക്ഷേ സിനിമയിൽ കൊണ്ടുവരാത്തൊരു പ്രമേയമാണ്. അത് ആ സിനിമ കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ. ഈ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അല്ലേ, നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അപ്പോഴങ്ങനെയുണ്ട്, ഞാൻ ഉദ്ദേശിച്ച പോലെ ശരിയായില്ല, എന്താണ് ഉദ്ദേശം എന്നറിയാം. അപ്പം ഞങ്ങൾക്കൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ സംവിധായകരായാലും എൻ്റെ അഭിനയിക്കുന്നവരായാലും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ സിനിമകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ പുറത്ത് വിചാരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കരമായ ട്വിസ്റ്റുകളും അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രൈം ത്രില്ലറോ അങ്ങനെയൊക്കെയുള്ള സിനിമ എല്ലാം തന്നെയാണ് ആദ്യമേ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നവർക്ക് അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കില്ല. പക്ഷേ അവർക്ക് വേറെ ഒരു തരത്തിൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എഴുതി വെച്ചിരുന്നത് എത്രയോ വലുപ്പത്തിലാണ് അദ്ദേഹം അത് സ്ക്രീനിൽ ചെയ്തിട്ടുള്ളത്. ഇത് പല റൈറ്റേഴ്സും പറയാറുണ്ട്, ഞങ്ങൾ എഴുതിയതിൻ്റെ വെർഷൻ അല്ല, അതിൻ്റെ എൻഹാൻസ്ഡ് വെർഷനാണ് പലപ്പോഴും കാണാൻ പറ്റുന്നത്. ഒരു റൈറ്റർ പെർസ്പെക്റ്റീവിൽ നേരിൻ്റെ എഴുത്തിട്ട നേരും ലാൽഫെക്ട് ഓഫ് നേരും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പറഞ്ഞത് തന്നെയാണ്, അതൊരു മാജിക് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നമ്മൾ എഴുതുന്ന ഡയലോഗ്സ്, എസ്പെഷ്യലി കോഡ് സീക്വൻസിലെ ഡയലോഗ്സ് നമ്മൾ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഡെലിവറി ഉണ്ട്, അതിൻ്റെ മോഡുലേഷനൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പോഴത്തേക്ക് അതിങ്ങനെ തരുമ്പോൾ പലപ്പോഴും മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ചിലപ്പോൾ ചില ഡയലോഗ്സൊക്കെ ഞങ്ങൾ സ്പോട്ടിലാണ് മാറ്റുന്നത്. അപ്പോൾ ചിലപ്പോൾ മേട്ടിൽ ഒരെണ്ണമായിരിക്കും നോക്കിയിട്ട് ചിലപ്പോൾ വന്നത്, പെട്ടെന്ന് ആ പേപ്പർ മാറ്റിയിട്ട് ഞാൻ ഓടിപ്പോയി ഇതാണ് എന്ത് കുട്ടിയായത് ഇങ്ങനെ മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും ഒരു ലേമൻ ലാംഗ്വേജ് അല്ല അവിടെയാണ് നോക്കേണ്ടത്. ഇപ്പം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളും കോണ്ടെക്സ്റ്റ്. ഇപ്പം ഞാൻ വക്കീലാണ്, എന്നോടിപ്പോൾ ഒരു മെഡിക്കൽ ടേംസ് കുറേ പറയുമ്പോഴേക്കും എനിക്ക് ആ ഫ്ലോയിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ആക്ടർ, ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് എപ്പോഴും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നത്. അവിടെ നിന്നുണ്ടായ കുറെ സംഭവങ്ങളുടെ ഈ സിനിമ ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കാൻ പറ്റും. അത് ലാലേട്ടനിലേക്ക് തന്നെ എത്താൻ കഥയുമ്പോൾ ലാലേട്ടനിലേക്ക് തന്നെയാണ് എത്തിയത്. ഇല്ല, 2 ചോദ്യങ്ങളാണത്. അതിൽ ഒന്നാമത്തത് കോടതിയിൽ ഉള്ള സംഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കോടതിയിലുള്ള കുറേ സംഭവങ്ങളെല്ലാം ചേർത്തിട്ടായിരുന്നു ഇതിൻ്റെ ആദ്യത്തെയും സെക്കൻഡ് ഡ്രാഫ്റ്റൊക്കെ വന്നത്. അതെല്ലാം പാക്ക് ചെയ്തപ്പോഴേക്കും പോയി. കാരണം അത് നേരെ 1, 2, 3 ആയിട്ട് നമ്മൾ ഇറക്കേണ്ടി വരും. അതെല്ലാം ചെയ്യണം എന്നുണ്ട്.
അത് നമ്മൾ ഈ പല എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോൾ ഒത്തിരി കോഡ് സീക്വൻസസ് സിനിമകൾ വരുന്നുണ്ട്, സീരീസ് ആയിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഓരോ ഇൻസിഡൻറ്റിനെയും, ഇപ്പോൾ ഒരു വക്കീലിൻ്റെ ലൈഫ് രാവിലെ കോട്ടിട്ട് ഇറങ്ങുന്നു, പോകുന്ന വഴി കോടതി, പല സംഭാഷണങ്ങൾ, അതിനൊക്കെ നർമ്മം ഉണ്ടാകും, പല ഇമോഷൻസ് ഒക്കെ ഉണ്ടാകും. ഇത് ശരിക്കും അതിനുള്ളൊരു സ്പേസ് ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ വളരെ കുറേ അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ എടുത്ത് മാറ്റേണ്ടി വന്നു. പിന്നെ 2 എന്ന് പറയുന്നത് എന്നോട് ചോദിച്ച ചോദ്യം എഴുതുമ്പോൾ ലാലേട്ടൻ മനസ്സിലായിരുന്നു എന്നാണ്. ജിത്തു സാറ് ദൃശ്യത്തിൻ്റെ സമയത്താണ് എന്നോട് ആശയം പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആശയം വരുന്നു, അതിൻ്റെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ സാർ അത് ആൻ്റണി ചേട്ടനോട് പറയുമായിരുന്നു. ആൻ്റണി ചേട്ടൻ അത് കേട്ടപ്പോൾ തന്നെ അത് വർക്ക് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങളത് തുടങ്ങുന്നത്. അപ്പോഴും ലാലേട്ടൻ കേട്ടിട്ടില്ല. പിന്നെ റാമിൻ്റെ സമയത്ത് UK അവിടെ ഇരുന്നിട്ടാണ് ലാലേട്ടനോട് ഞാൻ ആ കഥ പറയുന്നത്. ഞാൻ പകുതി പറയുന്നു, ഞാനും ആദ്യമായിട്ടാണ് കഥ പറയുന്നത്. പറയുമ്പോൾ പെട്ടെന്ന് ലാലേട്ടൻ അത് കേൾക്കുന്നു, ചിരിക്കുന്നു, ഇതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഓരോന്നിനും അദ്ദേഹം ലോജിക്കലി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്, പ്രത്യേകിച്ച് ജിത്തു സാറിൻ്റെ കൂടെയുള്ള വർക്കാണ്. സാറിങ്ങനെ ലോജിക്കെല്ലാം സീൽ ചെയ്യുന്നതാണ്. ആഡ് ഓൺ ടു ദാറ്റ് ഈ സിനിമയിലും അങ്ങനെ ലോജിക്കെല്ലാം ഇപ്പോൾ ഒരു സീക്വൻസ് കാണുന്നു, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത് മറുപടി പറയുന്ന ശൈലിയാണ് ജിത്തു സാറിൻ്റെ മൂവീസ്. പക്ഷേ ഇതങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല, അത് ഒത്തിരി നീണ്ടുപോകും. മാക്സിമം അത് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഥ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ക്യാരക്ടറൈസേഷൻ വരുമ്പോഴാണ് ലാലേട്ടൻ ഇതിപ്പോൾ എൻ്റെ അച്ഛൻ സീസണാണ്. അതിൽ മാക്സിമം വെറൈറ്റി ഒരു ക്യാരക്ടർ തരാൻ ജിത്തുവും ശാന്തിയും ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം എഫേർട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ റോള് വളരെയധികം എൻജോയ് ചെയ്തു. ഇതിൻ്റെ കോട്ട് സാധാരണഗതിയിൽ എൻ്റെ ഷോട്ട് അല്ലാത്തപ്പോഴും ഞാൻ ഈ സീനിൽ അവിടെ വരും, ലാലിൻ്റെയൊക്കെ പാദം കേൾക്കാനൊക്കെ. അപ്പം എന്നെ കണ്ടോളം ജിത്തു പറഞ്ഞു, അയ്യോ ചേട്ടൻ ഇപ്പോഴില്ല. ഞാൻ പറഞ്ഞ സാരമില്ല, ഞാൻ അവിടെ മാറി നിന്ന് കണ്ടോളം പറഞ്ഞു. അപ്പം ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ കോട്ട് ജിത്തു ഷൂട്ട് ചെയ്യുന്ന രീതി, ലാല് ഓരോന്നും ഡെലിവറി ചെയ്യുന്ന രീതി, അതൊക്കെ നോക്കി കാണുകയായിരുന്നു ഞാൻ. അപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ നോക്കി കാണുമ്പോൾ അത് തന്നെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് റോ ആയിട്ട് കാണുകയാണ്. അതിനകത്ത് മ്യൂസിക് ഇല്ല, അതിനകത്ത് പിന്നെ ഷോട്ട് മുറിച്ചെടുക്കുകയാണ്. ഇത് സിനിമയായിട്ട് കാണുമ്പോൾ എനിക്ക് കിട്ടിയതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും തിയേറ്ററിലെ പ്രേക്ഷകർക്ക് കിട്ടാൻ പോകുന്നതെന്ന് ഞാനപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് വരുമ്പം അതിന് വേറൊരു ഷെയ്ഡാണ്. സാധാരണ ഇപ്പം കണ്ടിട്ടുള്ള ഈ ഫാമിലിയിലെ ഒരു കലിപ്പൻ അച്ഛനിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അച്ഛനാണ് ഇതിൽ. അതിൽ സന്തോഷം. നമ്മുടെ ശാന്തിയിൽ നിന്നും എന്താണ് നമുക്ക് ഉൾപ്പെടാൻ കഴിയുന്നത്? ഒരു അഡ്വക്കേറ്റ് ആണ് ശാന്തി, എന്തൊക്കെയാണ് പറഞ്ഞത്? ഓർത്തെടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഈ സിനിമയിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരുപാട് പേരുകളുണ്ട്. സിദ്ദീഖിൻ്റെ റോളായാലും പ്രിയാമണിയുടെ റോളായാലും ഒക്കെ ഏറ്റവും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ ശാന്തി എന്ന് പറയുന്ന ആളാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്, ഈ കഥാപാത്രം. അതുപോലെ തന്നെ കഥയിലും ഒരു കാരണമാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് അവരാണ് അതിൻ്റെ കീ ഫാക്ടർ സിനിമ. അതെങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള സിനിമ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ശാന്തിയുടെ ഒരുപാട് ഹെൽപ്പ്. നമുക്കറിയില്ലല്ലോ ചില ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജഡ്ജിൻ്റെ നമ്മൾ തിരിച്ച് സീറ്റിലേക്ക് വരുമ്പോൾ പുറം ബാക്ക് കാണിക്കാൻ പാടില്ല. ബിഹേവിയർ പാറ്റേൺ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അവർ വരുമ്പോൾ എണീക്കുന്നത് ഇരിക്കുന്നതൊന്നും നമ്മൾ അങ്ങനെ കോടതിയിൽ കയറിയിട്ടുണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് പോകാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള വളരെ മൈന്യൂട്ട്, അത് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ പോകുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സഹായം എനിക്ക് മാത്രമല്ല സിദ്ദിഖിനായാലും കാര്യം ഒരു പുതിയ ഇത് റിയലിസ്റ്റിക്കായിട്ട് മാക്സിമം നന്നായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പല കോട്ട് സീനുകൾ സിനിമയിൽ കാണുന്നതൊന്നും അല്ല ശരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ട് ഈ ചിത്രത്തെ അവതരിപ്പിക്കാൻ പിന്നെ എനിക്ക് സാധിച്ചതിൽ ഒരു കീ ഫാക്ടർ ശാന്തിയാണ്. നമുക്കറിയാം ജിത്തു ജോസഫുമായിട്ട് തന്നെ ഈ മലയാളത്തിലെ ഒരു ചിത്രം റീച്ചാവുന്നതിൽ ഏറ്റവും അധികം റീച്ചായ ദൃശ്യമടക്കം നമ്മൾ ശ്രദ്ധിച്ചതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ട്രീറ്റ്മെന്റിലും കഥയിലും സ്ക്രിപ്റ്റിന്റെ ഓരോ ഇതിൻ്റെ അകത്ത് പോലും വ്യത്യസ്തത കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ ട്രീറ്റ്മെന്റിലാണോ സ്റ്റോറിയിലാണോ എല്ലാവരുടെ എക്സൈറ്റുള്ളത്? ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് ലിമിറ്റേഷനാണ്. ഡ്രാമയ്ക്ക് അതിൻ്റെ അകത്തിൽ നിന്ന് ഓരോ സിനിമ എടുക്കേണ്ട രീതിയുണ്ട്. ഈ സിനിമയിൽ ഭയങ്കരമായ ട്രീറ്റ്മെന്റ്, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല. ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്.
ഒരു കഥയാണ്, അതിലെ ഇൻസിഡൻസ് ആണ്. അത്തരത്തിൽ കഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിലെ ഓരോ ഇൻസിഡൻറ്റിനും പ്രാധാന്യമുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിനൊക്കെ പ്രാധാന്യമുണ്ട്. അപ്പം ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ മേക്കിങ്ങും വളരെ രസകരമായിട്ടാണ്. പിന്നെ ഒരു റൂമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആൾക്കാർക്ക് മുഷിപ്പിക്കാത്ത തരത്തിൽ ആ ഫിലിം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അത്തരത്തിൽ അതിനെ വളരെ എന്താ പറയേണ്ട ഏറ്റവും മനോഹരമായിട്ട് അതിനെ കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ ഡബ് ചെയ്തപ്പോൾ മനസ്സിലായത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.